വിൻസെൻഷ്യൻ സഭാംഗമായ ഫാദർ മൈക്കിൾ കരിക്കുന്നേൽ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. മഞ്ഞുവയൽ ഇടവകാംഗമായ അദ്ദേഹം ഈ ഇടവകയിൽ നിന്നുള്ള ആദ്യ വൈദികനാണ്. മൈക്കിൾ അച്ഛൻ്റെ ഭൗതിക ശരീരം വെള്ളിയാഴ്ച കാലടി മുന്നൂർപ്പള്ളിയിലെ വിൻസെൻഷ്യൻ ആശ്രമത്തിലേക്ക് കൊണ്ടുവരും. രാവിലെ 9 മുതൽ ആശ്രമപ്പള്ളിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് ഉച്ചകഴിഞ്ഞ് മൃതസംസ്കാര ശുശ്രൂഷ ആരംഭിക്കും. ഫാദർ ജിൻസൺ ജോസഫ് മുകളേൽ CMF മൈക്കിൾ അച്ഛനെക്കുറിച്ച് എഴുതിയ കുറിപ്പ് ഇങ്ങനെയാണ്: വെളുത്ത പാൻസും ജുബ്ബയും വെള്ളത്താടിയുമായി സ്വർഗീയ അപ്പച്ചനെ പോലെ അദ്ദേഹം കടന്നു വരും. ചുണ്ടിൽ പുഞ്ചിരി. താൽപ്പര്യത്തോടെ മൈക്കിൾ അച്ഛൻ നമ്മളെ കേൾക്കാൻ കൊതിച്ചിരുന്നു. മൈക്കിൾ അച്ഛൻ്റെ മിഷനറി ജീവിത റിലേയുടെ അവസാന റൗണ്ട് ഓടാനായിട്ടാണ് 2 വർഷങ്ങൾക്ക് മുൻപ് സത്നയിലെ വിൻസെൻഷ്യൻ സ്റ്റഡി ഹൗസിലെത്തിയത്. അദ്ദേഹം അനേകം വർഷങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ശുശ്രൂഷ ചെയ്തു. ജനറൽ കൗൺസിലറായി. ആ അനുഭവ സമ്പത്ത് മുഴുവൻ ആവാഹിച്ച് അദ്ദേഹം കഴിഞ്ഞ 2 വർഷം നടത്തിയ ശുശ്രൂഷ നമ്മുടെയെല്ലാം കണ്ണു തുറപ്പിക്കേണ്ടതാണ്. മിഷനറിക്ക് പ്രായമാകുന്നില്ല എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. വൈദികർക്കും സിസ്റ്റേഴ്സിനും അദ്ദേഹം പ്രിയപ്പെട്ട വല്യപ്പച്ചനായിരുന്നു. പ്രശ്നങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ആശ്വസിപ്പിക്കാൻ ആദ്യം വന്നെത്തുന്ന ഒരാൾ. സെമിനാരി വിദ്യാർത്ഥികൾക്കും നൊവീസസിനും മിഷനറിമാർക്കും പഠിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച കൺടെക്സ്റ്റുലൈസ്ഡ് സിലബസ് ജീവിച്ച് കാണിച്ച് മൈക്കിൾ അച്ഛൻ മടങ്ങുന്നു. വിൻസെൻഷ്യൻ സെമിനാരിയുടെ റെക്ടർ ഫ്രാൻസിസ് കോലഞ്ചേരി അച്ഛനും ബ്രദേഴ്സും ചേർന്ന് കഴിഞ്ഞ ഏപ്രിൽ മാസം മൈക്കിൾ അച്ഛൻ്റെ ഓർഡിനേഷൻ വാർഷികം ആഘോഷിച്ചു. സമീപത്തെ സമർപ്പിതരെല്ലാം പങ്കുചേർന്ന ചടങ്ങ്. ആ ചടങ്ങിൽ ഫ്രാൻസിസ് അച്ഛൻ പറഞ്ഞു, ഒരിക്കൽ ഞങ്ങളുടെ പ്രൊവിൻഷ്യാളിൻ്റെ ഡ്രൈവർ എന്നോട് പറഞ്ഞു, വർഷങ്ങൾ വിദേശത്തായിട്ടും ഒട്ടും വലിപ്പം കൂടാത്ത ഒരു വീടാണ് നമ്മുടെ മൈക്കിൾ അച്ഛൻ്റെ വീടെന്ന്. ആ ചടങ്ങ് മൈക്കിൾ അച്ഛൻ്റെ പേരിൽ നടന്ന അവസാന ചടങ്ങായിരുന്നു. മൈക്കിൾ അച്ഛനെ ഈശോ ഇന്നലെ സ്വർഗീയ ആരാമത്തിലേക്ക് ഹൃദയരോഗത്തിലൂടെ കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ മൈക്കിൾ അച്ഛൻ കാട്ടിത്തന്ന സക്രാരിയിലെ ഈശോയുടെ ജ്വലനം തുടരുകയാണ്. ആ ഈശോയിലാണ് നമ്മുടെ പ്രത്യാശ. തൻ്റെ ഓട്ടം എനിക്കും കൂടി ഓടിയ മൈക്കിൾ അച്ഛൻ ഇനി കൂടുതൽ ശക്തിയോടെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമെന്ന് ഉറപ്പാണ്.